ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ട് ഒരു കിച്ചടിയാണ്. കണ്ണൂർ സ്റ്റൈല് വെള്ളരിക്ക കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനം എന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തത് ഒരു വെള്ളരിക്ക 600 ഗ്രാം ഉണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ഒരു മണ്ണിൻ്റെ ചട്ടിനകത്ത് സ്റ്റൗ കത്തിച്ച് ചട്ടിയിൽ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണം ഇട്ട് ഒരു 3/4 സ്പൂൺ ഉപ്പും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മീഡിയം തീയിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അത് വേകുന്ന സമയം കൊണ്ട് ഒരു മുറി തേങ്ങയും 4 പച്ചമുളകും തൈരും ഒരു 1/2 ഗ്ലാസ് തൈരും കൂടി തൊട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഈ കാണുന്ന ഇതുപോലെ നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്ക കഷ്ണം വെന്തിട്ടുണ്ടാവും. അരവ് വെള്ളരി കഷ്ണത്തിൽ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1 സ്പൂൺ കടുക്, അത് നമ്മൾ പൊടിച്ചിട്ട് എടുത്തിട്ടാണ് ചേർക്കുന്നത്. പച്ചടി കിച്ചടിയും മാറ്റാണ്, ഇത് കിച്ചടിയാണ്. അത് പൊടിച്ചെടുത്തു, ചെറിയ കുഞ്ഞുരുളിലിട്ടിട്ട് കടുക് ഈ കാണുന്നത് പോലെ പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളരി കഷ്ണം തുറന്ന് നോക്കിയപ്പം അത് നന്നായിട്ട് വെന്തിന് ഇതായി കാണുന്നത് പോലെ ഒന്ന് ഇളക്കി വെക്കുക. നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ചട്ടിയിലായതുകൊണ്ട് തീ കുറച്ചിട്ട് വെക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചട്ടീൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചട്ടിയിലാണ് ഞാൻ പച്ചടി കിച്ചടി ഇത്യാദികളെല്ലാം ഉണ്ടാക്കൽ. വെന്ത കഷ്ണത്തിനകത്തേക്ക് അരച്ച് വെച്ച തേങ്ങയും തൈരും കൂടി അരച്ച് വെച്ച തേങ്ങയും തൈരും പിന്നെ ആ കടുക് പൊട്ടിച്ചെടുത്തതും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. 2-3 വട്ടം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് അത് ഇളക്കി യോജിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തീ കെടുക്കാൻ പാടില്ല, ഗ്യാസ് ഓഫാക്കാൻ പാടില്ല. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3/4 ഗ്ലാസ് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കേണ്ടത്. പിന്നെ അത് തിളക്കാൻ പാടില്ല, അത് നന്നായിട്ട് ചൂടാവണം, അതുവരെ ഇളക്കണം. അതാണ് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. കിച്ചടിക്ക് ഇത് ഒന്ന് ചൂടായി വരണം. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. ചട്ടിയിലായതുകൊണ്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാലും നല്ലോണം തിളക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ചട്ടിയിൽ വെക്കുന്നവരെന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഒരു പാകാകുന്നതിന് തൊട്ട് മുന്നേ, തിളക്കുന്നതിന് കുറച്ച് മുന്നേ സ്റ്റൗ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് 2 മിനിറ്റ് സമയം ഇളക്കിക്കൊണ്ട് നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ തൈര് കട്ടയാവും, അതിനകത്ത് വെച്ച് തൈര് കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാകുമ്പോഴത്തേനും ചീനച്ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്ത് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു, 1 സ്പൂൺ കടുക് ഇട്ടു, 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടു, 4 തണ്ട് കറിവേപ്പില ഇറുന്നിട്ടു. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് കറിയിൽ ഒഴിക്കണം. കറിയിൽ ഒഴിച്ചിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ഇളക്കാൻ പാടില്ല. ഇളക്കാണ്ടത് അങ്ങനെ തന്നെ 5 മിനിറ്റ് സമയം അടച്ച് വെക്കണം. എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒഴിച്ച സംഭവങ്ങളെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അടിപൊളി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. വീണ്ടും വരിക, എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.